ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് രാവിലെ തന്നെ സൂര്യൻ നല്ല ഉഷാറിലാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പോൾ ജൂഡ്സൺ ജോലിക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇന്ന് നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് ചെടികൾക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ 2 ആഴ്ചയായിട്ടാണ് ഞാൻ ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയെടുത്ത് ഹോർലിക്സിൻ്റെ ബോട്ടിലാക്കി വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, നല്ല വീര്യം കൂടിയ ഒരു ലിക്വിഡായിട്ടാണ് നിൽക്കുന്നത്. അത് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിലല്ല ഉപയോഗിക്കുന്നത്. സാധാരണ ബോട്ടിലിൽ സ്പ്രേ ചെയ്യുന്ന ആ നോസിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അതുപോലെ ഏതളവിലാണോ നമ്മൾ ലിക്വിഡ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിയിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. കാരണം നമ്മുടെ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ചധികം വൈൻ കഴിച്ചാൽ നമ്മളൊന്ന് കിറിങ്ങടിച്ച് പോകില്ലേ, ഏതാണ്ട് അത് തന്നെ അവസ്ഥ. ഡൈല്യൂട്ട് ചെയ്ത ശേഷം അതിൻ്റെ വേരിലും ഇലകളിലും അതുപോലെ തന്നെ കടയ്ക്കലും ഒഴിക്കുക കേട്ടോ. അപ്പോൾ വേരിലും ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം കടയിൽ ഒഴിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ഒഴിക്കുന്നുള്ളൂ കേട്ടോ, വളരെ കുറച്ച്. ഒരു 2-3 സ്പൂണൊക്കെ വരുന്ന രീതിയിൽ മാത്രമേ ഞാൻ കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് അങ്ങ് വളർന്ന് പെട്ടെന്ന് പൂവിട്ട് നിറയട്ടെ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ചെടി തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ഇതിൻ്റെ ബനാന പീല് ഇതിൽ വീണിട്ടുണ്ടെങ്കിൽ അത് അഴുത്ത് ഇതിൽ ഫംഗൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഈ മഴക്കാലത്ത് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ലിക്വിഡ് മാത്രമായിരിക്കും ബെറ്റർ. മഴയില്ലാത്ത സമയത്തും നല്ല വെയിലുള്ള സമയത്തും ഇങ്ങനെ ലിക്വിഡ് കൊടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ മഴ പെയ്ത് നമ്മൾ ചെയ്യുന്നത് മുഴുവനും നമ്മൾ അത്രയും നാൾ സൂക്ഷിച്ചു വെച്ചാൽ ആ ഒരു ഫെർട്ടിലൈസർ നഷ്ടപ്പെടും. ഈ ചെടികൾക്ക് അതിൻ്റെ ഗുണം കിട്ടാതെയും വരും. നിറയെ ഫ്ലവർ ചെയ്യാനും ഫ്രൂട്ട്സ് ഉണ്ടാകാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. എല്ലാ തരം ചെടികൾക്കും ഞാനിത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതുപോലെ വെജിറ്റബിൾസിനും ഇത് കൊടുക്കാവുന്നതാണ്. താഴെ ഇരിക്കുന്ന ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ടെറസിലിരിക്കുന്ന ചെടികൾക്കും കൂടി കൊടുക്കുകയാണ്. കുറച്ച് അഡീനിയം ചെറിയ തൈകളുണ്ട്, അതുപോലെ മദർ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ താഴെ കൊടുത്ത പോലെ തന്നെ കൊടുത്തു. അതുപോലെ നമ്മുടെ 10 മണി ചെടികൾക്കും കൊടുത്തു. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഇതുവരെ എനിക്ക് ഫ്ലവർ ചെയ്തിട്ടില്ല, ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനും കൊടുത്തു.